നിലവിലെ കാലാവസ്ഥ അവിടെ എങ്ങനെയാണ്? കാലാവസ്ഥ വളരെ ദുഷ്കരമായി തുടരുന്ന പശ്ചാത്തലത്തിൽ ഈ ക്രെയിൻ മാറ്റൽ, ഈ കണ്ടെയ്നർ മാറ്റൽ അത് ഒരു അതീവ ദുഷ്കരമായിട്ടുള്ള ദൗത്യമായി തുടരുമെന്നാണ് മനസ്സിലാക്കുന്നത് കണ്ണൻ. ഇത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. കാര്യം തീരത്തോട് ചേർന്ന് ഏതാണ്ട് ഈ നിൽക്കുന്ന വീടിന്റെ അവിടെ നിന്ന് ഒരു 20 മീറ്റർ അകലെയാണ് ഇപ്പോൾ കണ്ടെയ്നർ ഉള്ളത്. പക്ഷേ ആ കണ്ടെയ്നർ ഉള്ള പ്രദേശത്തേക്ക് എത്തണമെങ്കിൽ ക്രെയിനോ JCB മറ്റു കാര്യങ്ങളോ എത്തണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അടിയന്തരമായി ഈ സാമഗ്രികൾ എത്തിച്ച് ഇവിടെ നിന്ന് ഈ കണ്ടെയ്നർ മാറ്റുക എന്നുള്ളതാണ് കാര്യം. ജനങ്ങൾ വലിയ രീതിയിലുള്ള ആശങ്ക പങ്കുവെക്കുന്നുണ്ട്. കാര്യം അവർക്ക് ഇതിലെന്തെങ്കിലും രാസവസ്തുക്കളുണ്ടോ അല്ലെങ്കിൽ അവരുടെ ഉപജീവന മാർഗമായിട്ടുള്ള മത്സ്യബന്ധനത്തെ അത് ബാധിക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങളുണ്ട്. നേരത്തെ രാവിലെ വന്ന സമയത്ത് ഒരു വ്യക്തിയോട്, ഒരു മത്സ്യത്തൊഴിലാളിയോട് സംസാരിക്കുമ്പോൾ ഇത് ആഴക്കടലിൽ അല്ലെങ്കിൽ കടലിന്റെ അടിത്തട്ടിൽ ഇത്തരത്തിലുള്ള കണ്ടെയ്നർ മത്സ്യബന്ധനത്തെയും അല്ലെങ്കിൽ അവരുടെ തകർക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. അത് അടിയന്തരമായി മാറ്റണമെന്നുള്ളതാണ് തൊഴിലാളികൾക്ക് തന്നെ പറയുന്നത്. ഒരു സമാധാനം എന്ന് പറയാൻ സാധിക്കുക ഈ ഒഴിഞ്ഞ നിലയിലാണ്. പക്ഷേ അതിനകത്തുണ്ടായിരുന്ന വസ്തുക്കൾ എന്താണ് എന്ന് നമുക്കറിയില്ല. ഇപ്പോൾ കടലിൽ ബാക്കി ഒരു ഒഴിഞ്ഞ കണ്ടെയ്നർ മാത്രമാണ് ഇവിടെയൊക്കെ എത്തിയിട്ടുള്ളത്. ബാക്കിയുള്ള പദാർത്ഥങ്ങളൊക്കെ തന്നെ അവ എന്താണെന്ന് പോലും ആർക്കും അറിയില്ല. അതിനകത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ജില്ലാ ഭരണകൂടത്തിന് പോലും ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടിയന്തരമായി തന്നെ ഈ കണ്ടെയ്നർ ഇവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയുള്ള ഒരു നീക്കമാണ് നടത്താൻ പോകുന്നത്. അതൊരു ദുഷ്കരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. കാര്യം ഈ പ്രദേശത്തൊക്കെ തന്നെ ഈ തീരത്തോട് ചേർന്ന വീടുകളുണ്ട്. ആ വീടുകളിലെ ആൾക്കാരെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് വേണം ഈ ഒരു പ്രവൃത്തി നടത്താൻ. കരുനാഗപ്പള്ളി ചെറിയഴിക്കൽ തീരത്ത് ആ വലിയ കണ്ടെയ്നർ കടൽ ഭിത്തിയോട് ഇടിച്ച് നിൽക്കുന്ന നിലയിലുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. എത്ര അപകടകരമായ സാഹചര്യമായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. കാരണം ആ ഭാഗത്ത് ആരെങ്കിലും നിൽക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ജീവൻ തന്നെ അപകടത്തിലാകുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ ഭാഗ്യവശാൽ ആ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ വലിയ ശബ്ദം കേട്ട് നാട്ടുകാർ ഓടിയെത്തുമ്പോഴാണ് ഈ കണ്ടെയ്നർ തീരെ തടിഞ്ഞ നിലയിൽ കാണുന്നത്. ഉടൻ തന്നെ പഞ്ചായത്ത് അധികൃതരെ വിവരം അറിയിച്ചു. അവരെത്തി പരിശോധിച്ച് പോലീസിനെ വിവരം അറിയിച്ചു. അങ്ങനെ എല്ലാവരും ചേർന്ന് ഇന്ന് ഈ ദൗത്യം ആരംഭിക്കുകയാണ്. ക്രെയിൻ ഉപയോഗിച്ച് ഇത് 7 മണിയോടുകൂടി മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ സംവിധാനങ്ങൾ, അതായത് ഈ കണ്ടെയ്നർ തീരത്ത് നിന്ന് മാറ്റുന്നതിനുള്ള സംവിധാനങ്ങൾ അവിടെ എത്തുന്നതിനുൾപ്പെടെ വലിയ പരിമിതികൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു. ഒപ്പം കാലാവസ്ഥ അത് പ്രതികൂലമായി തുടരുന്നതും വലിയൊരു പ്രതിസന്ധിയാണ്. കണ്ണൻ നായർ തുടരുന്നുണ്ട്. കണ്ണൻ, ഇതിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കണ്ടെയ്നർ അവിടെ നിന്ന് മാറ്റിയാൽ മാത്രം ഒഴിയുന്ന ഒരു ആശങ്കയല്ല ആ തീരപ്രദേശത്തുള്ളവരുടേത്. കാരണം അവരുടെ ഉപജീവന മാർഗമായിട്ടുള്ള മത്സ്യബന്ധനത്തെ ഉൾപ്പെടെ ഇത് ബാധിക്കുമോ എന്നുള്ളൊരു ആശങ്ക അത് അവരെ സംബന്ധിച്ച് വലിയ ഒരു വിഷമ പ്രതിസന്ധിയിൽ കൂടി ആക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഈ കണ്ടെയ്നർ തീരത്തടിഞ്ഞിരിക്കുന്ന സംഭവം കൂടി. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. ഷാനവാസ് ദൃശ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് പൂർണ്ണമായും ഒഴിഞ്ഞാണ്. അതിൻ്റെ ഒരു വാതിൽ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ആ തകർന്ന വാതിൽ നിന്ന് അതിനകത്തുണ്ടായിരുന്ന എന്ത് ഉൽപ്പന്നമാണോ അവയെല്ലാം തന്നെ കടലിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇവിടുന്ന് മാറ്റാം എന്നുള്ളൊരു കാര്യത്തിലേക്ക് ജില്ലാ ഭരണകൂടം എത്തിയിരിക്കുന്നത്, ആ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കാരണം ഇതിൽ ഏതെങ്കിലും മറ്റ് രാസവസ്തുക്കളോ മറ്റു കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളൊരു ആശങ്ക തുടക്കത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് 7 കുടുംബങ്ങളെ ഇവിടെ നിന്ന് മാറ്റുകയും ചെയ്തത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ പൂർണ്ണമായിട്ടും അതിനകത്ത് ഉണ്ടായിരുന്ന വസ്തുക്കളെല്ലാം തന്നെ കടലിലേക്ക് പോയിട്ടുണ്ട്. ഈ കണ്ടെയ്നർ 7 മണിയോട് കൂടി മാറ്റാൻ വേണ്ടിയുള്ളൊരു തീരുമാനത്തിലേക്കാണ് ജില്ലാ ഭരണകൂടം എത്തിയിരിക്കുന്നത്. അതിന് വലിയ ക്രെയിൻ അടക്കമുള്ള കാര്യങ്ങൾ എത്തിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും ഇത് ഇവിടുന്ന് മാറ്റുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ജില്ലാ ഭരണകൂടം പോവുകയാണ്. കണ്ണൻ, തുറന്ന നിലയിൽ ഒഴിഞ്ഞ നിലയിലാണ് ആ കണ്ടെയ്നർ കണ്ടെത്തുന്നത്. പക്ഷേ അതിൽ രാസവസ്തുക്കളാണോ മറ്റെന്തെങ്കിലും അപകടകരമായിട്ടുള്ള വസ്തുക്കളാണോ ഉണ്ടായിരുന്നത് എന്നുള്ളതിൽ ഒരു വിദഗ്ധ പരിശോധന ആവശ്യമാണ്. പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണോ അധികൃതർ പറയുന്നത്? ഈ കണ്ടെയ്നർ അവിടെ നിന്ന് നീക്കുന്നതിന് മുമ്പ് അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അംശം കണ്ടെത്താനുള്ള പരിശോധന ഉൾപ്പെടെ നടത്തിയ ശേഷമായിരിക്കുമോ കണ്ടെയ്നർ അവിടെ നിന്ന് നീക്കുക കണ്ണൻ? പരിശോധന ഇവിടെ നിന്ന് മാറ്റിയ ശേഷമായിരിക്കും, ഈ കണ്ടെയ്നർ മാറ്റിയ ശേഷമായിരിക്കും രാസപരിശോധന അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവുക. കാര്യം കടൽ വലിയ രീതിയിൽ പ്രക്ഷുബ്ധമാണ്. അതുകൊണ്ട് തന്നെ ഈ രാസപരിശോധന ഈ പ്രദേശത്ത് വെച്ച് നടത്താൻ സാധിക്കില്ല. പുറത്തേക്ക് ഇറക്കിയ ശേഷം, കാര്യം ജനങ്ങളുടെ ഒരു ആശങ്കയാണ്, അടിയന്തരമായിട്ട് അവരുടെ പ്രദേശത്ത് നിന്ന് ഈ കണ്ടെയ്നർ മാറ്റുക എന്നുള്ളത് അവരുടെ ഒരു ആവശ്യമാണ്. അവരുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും അവരുടെ ആശങ്ക ഒഴിവാക്കിക്കൊണ്ട് ഇവിടെ നിന്ന് കണ്ടെയ്നർ മാറ്റുക, അതിനുശേഷം സുരക്ഷിതമായിട്ടുള്ളൊരു സ്ഥലത്തേക്ക് എത്തിച്ച് അവിടെ കാര്യങ്ങൾ പരിശോധിക്കുക എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ തീരുമാനം. മറ്റ്
പ്രദേശങ്ങളിലേക്ക് കൂടി, കൊല്ലം ജില്ലയുടെ മറ്റ് പ്രദേശങ്ങളിലേക്ക് കൂടി ഇത്തരത്തിലുള്ള കണ്ടെയ്നറുകൾ എത്താൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു നിഗമനത്തിൽ തന്നെയാണ് ജില്ലാ ഭരണകൂടമുള്ളത്. അത് സംബന്ധിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൊല്ലം ജില്ലയുടെ വിവിധ തീരപ്രദേശങ്ങളിലൊക്കെ തന്നെ കാര്യങ്ങൾ ഏതെങ്കിലും അപകടകരമായിട്ടുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ അസാധാരണമായിട്ടുള്ള വസ്തുക്കൾ ഉണ്ടോ എന്നുള്ള ഒരു പരിശോധന ഈ കൊല്ലം ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും പൂർണ്ണമായിട്ടും ഒഴിഞ്ഞ ഒരു കണ്ടെയ്നറാണ് അവിടെ ഉള്ളത്. ആ കണ്ടെയ്നർ ഇവിടെ നിന്ന് ഉയർത്തി മാറ്റാൻ വേണ്ടിയുള്ള ഒരു നടപടികളാണ് ഉണ്ടാവുന്നത്. ഇന്നലെ രാത്രി 10:30 വലിയ ശബ്ദം കടലിൽ കേട്ടത്. കാര്യം കടൽക്ഷോഭം ഉള്ളതുകൊണ്ട് തന്നെ, കാലാവസ്ഥ മോശമായതുകൊണ്ട് തന്നെ തൊഴിലാളികൾ ആരും തന്നെ കടലിലേക്ക് പോയിരുന്നില്ല. തൊഴിലാളികൾ കടലിലേക്ക് പോയിരുന്നെങ്കിൽ കൂടുതൽ ഒരു ആശങ്കയിലേക്കോ അപകടത്തിലേക്കൊക്കെ തന്നെ പോകാൻ സാധ്യതയുള്ള അവസ്ഥയായിരുന്നു. രാത്രി ഇവിടുത്തെ പ്രദേശവാസികളായിട്ടുള്ള സ്ത്രീകളാണ് ഈ വലിയ ശബ്ദം കടലിൽ കേട്ടത്. അവർക്ക് അസാധാരണമായിട്ടുള്ള ശബ്ദം കേട്ട സമയത്ത് അവർ നേരെ കടലിലേക്ക് എത്തുകയും കാര്യങ്ങൾ പരിശോധിക്കുകയുമായിരുന്നു. ആ സമയത്ത് ഇപ്പോൾ കടൽ കിടക്കുന്ന സ്ഥലത്തല്ല, അവിടുന്ന് അല്പം ദൂരെ മാറി ഒരു വലിയ വസ്തു കിടക്കുന്നത് കാണാൻ സാധിച്ചു. ഉടൻ തന്നെ ജില്ലാ ഭരണകൂടത്തെയും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളെയും പോലീസ് അടക്കമുള്ള സംവിധാനങ്ങളെയും കാര്യങ്ങൾ അറിയിക്കുകയായിരുന്നു. അവരെത്തി ഇവിടെ നിന്ന് 7 കുടുംബങ്ങളെ മാറ്റി. കാര്യം തുടക്കത്തിൽ ആശങ്കയുണ്ടായിരുന്നു. കാര്യം രാസവസ്തുക്കൾ അടക്കമുണ്ട് ഈ കണ്ടെയ്നർ എന്നുള്ളൊരു ആശങ്ക തുടക്കം മുതലേ ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 7 കുടുംബങ്ങളെ ഇവിടെ നിന്ന് മാറ്റി. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ഇത് ഒഴിഞ്ഞ കണ്ടെയ്നറാണ് എന്ന് മനസ്സിലായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്കിയുള്ള ആൾക്കാരൊക്കെ രാവിലെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ തന്നെ ഇവിടെയൊക്കെ തിരിച്ച് എത്തുന്നുണ്ട്. ഇന്ന് 7 മണിയോടുകൂടി തന്നെ ഈ കണ്ടെയ്നർ ഇവിടുന്ന് മാറ്റാൻ വേണ്ടിയുള്ള ഒരു നീക്കമാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് നടത്തുന്നത്.